എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് എത്തിയ ഫെസി മോദി ഇത്തവണയെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2 ഗോൾഡും 1 സിൽവറും ഉൾപ്പെടെ നേടിയാണ് 50+ കാറ്റഗറിയിൽ ഇവർ വിജയം നേടിയത്. ഇവരുടെ വാക്കുകളിലേക്ക്. ഇന്നലെയും ഇന്നുമായി നടന്ന കായികമേള ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് എത്തിയ മെസ്സി മോട്ടി മാഡമാണ്. മാഡം ഇത്തവണ 3 ഈവന്റിലാണ് മത്സരിച്ചത്. അതിലെല്ലാം തന്നെ മികച്ച വിജയം നേടുവാനായി 2 ഗോൾഡും 1 സിൽവറുമാണ് നേടിയത്. മാഡം, ഈ മത്സരം എങ്ങനെയുണ്ട്? മത്സരം വളരെ നല്ലതായിരുന്നു. കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. പിന്നെ 2 ദിവസത്തെ ഭക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു. 1000-ൽ പരം സ്ത്രീ പുരുഷന്മാർ മാറ്റുരച്ച മത്സരത്തില് എറണാകുളം ജില്ല കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂർ ജില്ലയെ ബഹുദൂരം പിന്തള്ളി ഞങ്ങളാണ് ഓവറോൾ ചാമ്പ്യന്മാരായതില്. അതില് എനിക്ക് എറണാകുളത്തിന് വേണ്ടി 2 ഗോൾഡും 1 സിൽവറും നേടാൻ സാധിച്ചു. ഹാമർ ത്രോയില് ഗോൾഡും, ഡിസ്കസ് ത്രോയില് ഗോൾഡും, ജാവലിംഗ് ത്രോയില് സിൽവറും. അതിർത്തി ജില്ലയാണ് നമ്മള് എറണാകുളവും ഇടുക്കിയും ഒക്കെ തന്നെ. ഇടുക്കിയിലെ സാഹചര്യം എങ്ങനെ, സ്പോർട്സിന്റെ ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു? സ്പോർട്സിന്റെ സാഹചര്യം ഇത് ഇവിടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണല്ലോ ഈ പ്രാവശ്യത്തെ മത്സരം നടന്നത്. അപ്പോ 1000 ഒന്നും അല്ല, 2000, 3000 ഒക്കെ മത്സരാർത്ഥികൾ വരേണ്ടതാണ്. ഇടുക്കിയിൽ കൊണ്ടുവന്ന് വെച്ച കാരണം പലർക്കും ഈ വളവും ഒക്കെയുള്ള ഹെയർ പിന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആളുകൾ അല്പം കുറഞ്ഞത്. മാഡം, ഇടുക്കിയെ പിന്തള്ളി കാണുകയാണോ? അതല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രായത്തിന്റെ അധികമുള്ള ആളുകളാണ്. അത് നമ്മളിപ്പോ 30 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവരാണല്ലോ കായിക താരങ്ങൾ. അപ്പൊ 70 വയസ്സിന് മുകളിലേക്കുള്ളവര് അധികം വന്നിട്ടില്ല. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഞങ്ങൾക്കൊക്കെ 60+ കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. അല്ല, ഞാൻ 55. സോറി, 50+, 55+. വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടുകാരുടെ സഹകരണം? എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് 28 വർഷമായി മരിച്ച ഒരു പൊളിറ്റിക്സ് ലീഡർ ആയിരുന്നു. മോന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഞാൻ 20 വർഷമായിട്ട് ദുബായിലായിരുന്നു. ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം സ്കൂളിലെല്ലാം ഞാൻ പഴയ ചാമ്പ്യനൊക്കെ ആയിരുന്നു. രണ്ടാമത് ഞാനൊരു ഹെൽത്ത് അവയർനെസ്, ഇപ്പൊ കൊറോണയൊക്കെ വന്നല്ലോ, അപ്പൊ അതിനു വേണ്ടി കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതാണ്. നേരത്തെ ഈ സ്പോർട്സിൽ തന്നെ ആയിരുന്നു? സ്കൂളും കോളേജൊക്കെ സ്പോർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് പോയി. 20 വർഷം ഗൾഫിലായിരുന്നു. 2019 തിരിച്ചു വന്ന് 20 മുതൽ ഞാൻ സജീവമായിട്ട് പഞ്ചഗുസ്തിയിലും അത്ലറ്റിക്സിലും. വിവിധ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയൊക്കെയാണ്. ഞാൻ BPO ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. വ്യാപാര വ്യവസായ സമിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. ഈ സംഘടനയിലുള്ളവരൊക്കെ എങ്ങനെയാ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? വളരെ നല്ല, അവരുടെയൊക്കെ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ്. വീണ്ടും വീണ്ടും നമ്മളെ പോകാനായിട്ട് സാമ്പത്തികമായിട്ട് എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോ 2023 റഷ്യയിൽ നടന്ന വേൾഡ് പഞ്ചഗുസ്തി മത്സരത്തില് വലത് കൈയിൽ ഗോൾഡ്, വലത് കൈയിൽ സിൽവറും എനിക്ക് കിട്ടി. ഞാൻ എയർപോർട്ടിൽ, കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാപാര സമിതി, BPOസും വളരെ നമ്മുടെ സംഘടനകളും എല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്വീകരണമായിരുന്നു. പാദയാത്ര പോലും ആയിരക്കണക്കിന് ജനങ്ങൾ എയർപോർട്ട്. വ്യാപാര സമിതിയുടെ ജില്ലാ ഭാരവാഹിയാണ് ധനേഷേട്ടനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്, മേഡം ഗോൾഡ് നേടിയിട്ടുണ്ട് എന്നൊക്കെ. അവരുടെ ഒരു സഹകരണം ജില്ലകൾക്ക് അതീതം, നല്ല വിദേശങ്ങൾക്ക് അതീതം. ധനേഷ് ഞങ്ങളുടെ വ്യാപാര വ്യവസായ സമിതിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. അപ്പൊ ഞാൻ നെടുങ്കണ്ടത്തേക്ക് വരുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ അവിടെ നിന്ന് നമ്മുടെ ഏരിയ സെക്രട്ടറിയൊക്കെ ധനേഷിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വരുന്നുണ്ട്, നല്ല അക്കോമഡേഷനും എല്ലാം വളരെ ഭയങ്കര സഹകരണമായിരുന്നു ദിനേശിന്റെ ഭാഗത്തുനിന്ന്. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സംഘാടക കമ്മിറ്റി ആണെങ്കിലും കേട്ടോ വളരെ മികവുറ്റതായിരുന്നു അവരുടെ മത്സരത്തില് ഉള്ളവരുടെ. ഇനിയിപ്പം ദേശീയ മീറ്റിലേക്ക് പോവുകയാണ്. ജനുവരിയിൽ 28, 29, 30 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ദേശീയ മീറ്റ്. മാഡം, എല്ലാവിധ ആശംസകളും. അങ്ങനെ തന്നെയാണ് ഈ ബന്ധങ്ങള് എന്നുള്ളത് 50-ന് ശേഷം അല്ലെങ്കിൽ 55-ന് ശേഷം വിരമിച്ചതിന് ശേഷമൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളായിട്ട് മാറരുത് എന്നാണ് ഇവരൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ കായിക താരങ്ങളും ഓർമ്മിപ്പിക്കുന്നത്. അവരുടെ യൗവനം ഇനിയും കഴിഞ്ഞിട്ടില്ല. 90 വരെയുള്ള ആളുകളുടെ ഒരു സ്പോർട്സ് മീറ്റാണ് ഇവിടെ നടന്നത്. അതിൽ ഇത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെയും ഏറെ സന്തോഷിപ്പിക്കുന്നത്. എന്താണെങ്കിലും ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.